ഹായ് ഫ്രണ്ട്സ്, ഞാൻ വിപിൻദാസ് ചുള്ളിക്കൽ. സിൽവർ ഐസ് വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോയുടെ തംബ്നെയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സത്യമാണ് സുഹൃത്തുക്കളെ, കേരള സർക്കാരിൽ നിന്ന് 1000 രൂപ ധനസഹായമായി ലഭിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ, കേരള ഷോപ്പ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് തൊഴിലാളി ക്ഷേമ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവരും 1 വർഷം അംശാദായം അടച്ചിട്ടുള്ളവരും കോവിഡ് ആശ്വാസ പദ്ധതിയിലേക്ക് അപേക്ഷിച്ചവർക്കുമാണ് കേരള സർക്കാരിൽ നിന്ന് 1000 രൂപ ധനസഹായമായി ലഭിക്കുന്നത്. പല ആളുകളുടെയും സംശയമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ബാങ്കിൽ അംശാദായം അടയ്ക്കേണ്ടത്? അതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, ക്ഷേമനിധി ബോർഡിൽ നിന്നും ഇതുപോലെ 2 കാർഡുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. ഫോട്ടോ പതിച്ച ID കാർഡിലെ ഈ നമ്പറാണ് നിങ്ങളുടെ അംഗത്വ നമ്പർ. ഈ കാണുന്ന മഞ്ഞ ബാങ്ക് കാർഡിൽ കൊടുത്തിട്ടുള്ള ഈ നമ്പറാണ് എംപ്ലോയേഴ്സ് രജിസ്റ്റർ നമ്പർ. അതിനു താഴെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നെയിം ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ നിങ്ങളുടെ നെയിം കൊടുത്തിട്ടുണ്ടാകും. അതിന് താഴെ നിങ്ങളുടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാകും. അതിന് താഴെ 5 ബാങ്ക് നെയിമും അതിനോടൊപ്പം തന്നെ ആ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഉദാഹരണമായി ഞാനിവിടെ തിരഞ്ഞെടുക്കുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് നമ്പറാണ്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേയിൻ സ്ലിപ്പ് പൂരിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. പേയിൻ സ്ലിപ്പിൽ അക്കൗണ്ട് നമ്പർ എന്ന സ്ഥാനത്ത് മഞ്ഞക്കാർഡിൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേരെ അക്കൗണ്ട് നമ്പർ എഴുതിയിട്ടുണ്ട്. ആ നമ്പർ അവിടെ എഴുതുക. അതിനു താഴെ നെയിം എന്ന സ്ഥാനത്ത് കേരള ഷോപ്പ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് എന്നെഴുതുക. അതിന് താഴെ കൊടുത്തിരിക്കുന്നത് മൊബൈൽ നമ്പറാണ്. അത് വെട്ടിയിട്ട് നമ്മൾ എംപ്ലോയി രജിസ്റ്റർ നമ്പർ എന്നെഴുതിയ മഞ്ഞക്കാർഡിലെ നമ്പർ ഇവിടെ എഴുതുക. അതിനുശേഷം ഇമെയിൽ ID വെട്ടി നാം എന്ത് തൊഴിലാണോ എടുക്കുന്നത് ആ തൊഴിൽ നെയിം ഇവിടെ എഴുതുക. ഞാനിപ്പോൾ ഇവിടെ എഴുതുന്നത് ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ, ബ്രാക്കറ്റിൽ നമ്മുടെ നെയിം എഴുതി ചേർക്കുക. അതിനുശേഷം എത്ര രൂപയാണോ അടക്കുന്നത് ആ പൈസ ഇവിടെ എഴുതുക. ഇവിടെ ഞാനിപ്പോൾ 480 രൂപ എന്നത് 480 എന്ന് എഴുതിയതിന് ശേഷം ബാങ്കിൽ കൊടുത്ത് അടയ്ക്കുക. ക്ഷേമനിധി ബോർഡിലേക്ക് 1 മാസം അടയ്ക്കേണ്ട തുക 40 രൂപയാണ്. 1 വർഷം അടയ്ക്കേണ്ട തുകയാണ് 480 രൂപ. ഇത് 10 വർഷത്തോളം മുടക്കം വരാതെ അടച്ചു തീർക്കേണ്ടതാണ്. അടച്ചതിന് ശേഷം ഈ മഞ്ഞക്കാർഡിൻ്റെ ബാങ്കിൽ നിന്നും പതിച്ചു വാങ്ങേണ്ടതാണ്. അതിനുശേഷം ഗൂഗിളിൽ കാണുന്ന ഈ സൈറ്റിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചാൽ സർക്കാരിൽ നിന്നുള്ള ധനസഹായം നിങ്ങൾക്ക് ലഭിക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.